Hello friends, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചൊരു ഡിഫറെന്റ് ആണ്. മറ്റൊന്നുമല്ല, ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കഥകളും പാട്ടുകളും ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇംഗ്ലീഷ് അതിലൂടെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, IELTS ആണോ നല്ലത് അല്ലെങ്കിൽ ഡുലിംഗോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണോ കുറച്ചും കൂടെ നല്ലത് എന്നൊരു കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഡുലിംഗോ എന്ന് പറയുന്ന ടെസ്റ്റ്, ഇത് ഇങ്ങനെ ഒരു വേർഡ് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് മറ്റൊന്നുമല്ല, IELTS ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അതുപോലെ തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണത്. കുട്ടികൾ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം, പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ IELTS ആണ് എല്ലാവരും തെരഞ്ഞെടുക്കുന്നത്. അതിന്റെ സ്കോറിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നടക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് കിട്ടാറുള്ളൂ. നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നീക്കണമെങ്കിൽ ഇതെന്തായാലും പാസ്സാവണം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എഴുതാവുന്ന മറ്റൊരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ് ഡുലിംഗോ. അപ്പോ ഇത് പലർക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ IELTSനേക്കാളും എളുപ്പമാണോ എന്നുള്ളത് അറിയില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചാലഞ്ച് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചുള്ളതാണ്. ഈ ഡുലിംഗോ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോകാനുള്ളതാണ് എന്നുള്ള കാര്യവും പലർക്കും അറിയില്ല. അപ്പോ നമ്മൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ IELTS ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും അക്സെപ്റ്റഡ് ആണെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. വളരെ ചുരുങ്ങിയ ഇതിൽ മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. അതേപോലെ തന്നെ ഡുലിംഗോ ആണെങ്കിലും ഇപ്പോ ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇതിനെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ IELTSഉം ഡുലിംഗോയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഡുലിംഗോ കുറച്ചും കൂടി ഈസിയാണ്. അതായത് ആ ടെസ്റ്റ് പാസ്സായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. നമുക്കറിയാം, IELTS ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൊഫഷൻസി നമുക്ക് ഇംഗ്ലീഷിൽ ഇല്ലെങ്കിൽ നമുക്കത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത്ര തന്നെ ബുദ്ധിമുട്ടില്ല ഡുലിംഗോന്റെ കാര്യത്തിൽ. എന്നാൽ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ചാലഞ്ചസും ഒരുപാടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഫസ്റ്റത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. IELTSനുള്ള പോലെ തന്നെ റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാം നമ്മുടെ ഡുലിംഗോയിലുണ്ട്. പക്ഷെ അതിലത്തെ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. IELTSന്റെ അത്രയും ഹാർഡല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലാപ്പിൽ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. IELTS ആണെങ്കിൽ നേരെ തിരിച്ചാണ്. അതെല്ലാം നമ്മൾ റൈറ്റിംഗിലൂടെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ലിസണിങ് ഒക്കെ നമ്മൾ വേറൊരു രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ റീഡിങ് ആയിക്കോട്ടെ, ലിസണിങ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് മാത്രം പറഞ്ഞാൽ മതി, അത് റെക്കോർഡ് ചെയ്താൽ മതി. റൈറ്റിങ്ങും എല്ലാം തന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോ ഇതിന് ഫസ്റ്റ് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് വേണ്ടത് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡ് വേണം. അതിനൊരു സ്പീഡ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. കാരണം ഇത് ടൈംഡ് ആണ്. ഒരു ക്വസ്റ്റ്യന് അവർ ഏകദേശം 2 minutes ആയിരിക്കും തരിക, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിന് 3 minutes അല്ലെങ്കിൽ 5 minutes അങ്ങനെയാണ്. അപ്പൊ ടൈം ബൗണ്ട് ആയതുകൊണ്ട് നമ്മൾക്ക് കുറച്ചൊരു ടൈപ്പിന്റെ സ്പീഡ് ഇല്ലെങ്കിൽ പണി പാളും. നമുക്ക് അത്ര സുഖകമായ രീതിയിൽ ഇത് സബ്മിറ്റ് ചെയ്ത് പോയിട്ട് കാര്യമുണ്ടാവില്ല. നമുക്ക് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റെ സ്കോർ 95 മതി. അതായത് 160 ആണ് ഇതിന്റെ ടോട്ടൽ സ്കോർ വരുന്നത്. അതിൽ ചില യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് 95 മതി, ചിലയിടത്ത് അത് 100 മതി, ചിലയിടത്ത് 120 ആണ്. അതുപോലെ തന്നെ കുറച്ചും കൂടെ വേറെ രീതിയിൽ ഇത് 130 അങ്ങനെ രീതിയിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു കഴിവ് ഈ ഡുലിംഗോ ടെസ്റ്റിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ മാക്സിമം നമ്മൾ അത് ചെയ്യുകയും വേണം. ഇതിന് വേണ്ടത് മറ്റൊന്നുമല്ല, നല്ല പ്രാക്ടീസ് ആണ്. അത് പ്രത്യേകിച്ച് ടൈപ്പിങ്ങില്. കാരണം നമുക്ക് എത്ര ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ
നമുക്ക് അതുകൊണ്ട് നമ്മൾ അത്രയും ചെയ്തത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യമാണ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും. അതായത് ലിസണിങ്ങിന്റെ ഫസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ അവര് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ കേൾപ്പിക്കും. അപ്പൊ ആ ഒരു സെന്റൻസ് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. ചിലപ്പോൾ 2 times ആയിരിക്കും. അത് നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ ഒരു ടൈമും കൂടെ നമുക്ക് പ്ലേ ചെയ്തുകൊണ്ട് അത് കേൾക്കാം. അങ്ങനെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ടൈപ്പ് ചെയ്തുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടൈമർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു സെന്റൻസ് കേൾപ്പിക്കും. നമ്മൾ ആ സെയിം സെന്റൻസ് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ റൈറ്റിങ്ങിന്റെ നമുക്ക് ഏകദേശം IELTS-ലുള്ളത് IELTS-ൽ നമുക്കറിയാം. നമുക്ക് ലിസണിങ് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ കേൾപ്പിക്കും. നമുക്കൊരു പേപ്പർ ഉണ്ടാവും. ആ ഇതിനനുസരിച്ച് തന്നെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ട് പോകണം. കാരണം നമുക്കൊരു സെക്കൻഡ് ചാൻസ് അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ റീഡിങ്ങിന്റെ സമയത്തും നമുക്ക് ഇതുപോലെ തന്നെ കാണാനായിട്ട് പറ്റും. അവര് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. ചിലത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ അത് ഫിൽ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഒരു പാരഗ്രാഫ് ഉണ്ടാവും. അതിന്റെ ടൈറ്റിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ അതിന്റെ ഒരു കോണ്ടന്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എല്ലാം ഓപ്ഷൻസ് ആയിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ റീഡിങ് ഈ ഒരു ഇതിൽ അതൊക്കെ കുറച്ച് എളുപ്പമാണ്. അതാണ് ഞാൻ പറയുന്നത്. മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റീഡിംഗ് ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഉള്ളത് റൈറ്റിംഗ് ഉണ്ട്. റൈറ്റിംഗിന് നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊടത്ത് നമുക്കൊരു 10 minutes ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു 5 minutes ആണ് കിട്ടുക. അവിടെ ടാസ്ക് 1 and 2 ഉണ്ടാവും IELTS-ൽ. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു ടോപ്പിക് നമ്മൾ 5 minutes-നുള്ളിൽ എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ വൊക്കാബുലറി റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക. അതുപോലെ തന്നെ നല്ല വൊക്കാബുലറി നമ്മൾ ഉണ്ടാക്കുക. ഗ്രാമർ എറേഴ്സ് ഇല്ലാതെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. റൈറ്റിങ്ങിൻ്റെ ഇതിൽ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ സ്പീക്കിങ്ങിൻ്റെ തന്നെയാണെങ്കിലും ഏകദേശം അത് ഒരേ ടൈപ്പ് ആണെന്നുള്ളത് പറയാം. കാരണം നമുക്ക് IELTS-ലാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ക്യൂ കാർഡ് 3 sets of questions ആയിരിക്കും IELTS-ൽ ഉണ്ടാവുക. ലൈക്ക് ഫസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ അതുപോലെ ക്യൂ കാർഡ് നമുക്ക് തരും. ഇപ്പൊ ഒരു ടോപ്പിക് തന്നിട്ടുണ്ടെങ്കിൽ ആ ക്യൂ കാർഡ്സ് വെച്ചിട്ട് നമ്മൾ പറയേണ്ടി വരും. അതാണ് കുറച്ചൊരു ലെങ്തി വൺ ആയിട്ട് വരുന്നത്. പിന്നെ അതിന്റെ എന്താ പറയുക ഫോളോ അപ്പ് പോലെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ അതിനെ ആൻസർ ചെയ്യണം. ഇപ്പൊ ഇവിടെ പക്ഷെ നേരെ ആകെ നമുക്ക് ഒരു ക്യൂ കാർഡ് പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന്റെ ഒരു ഡിവിഷൻസ് പോലെ സബ് ഡിവിഷൻസ് പോലെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്യൂ കാർഡിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു സെയിം ടൈപ്പ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് പറയുക. അപ്പൊ അതും കമ്പാരിറ്റീവ്ലി ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി നമ്മൾ അവിടെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്കോർ അതിനനുസരിച്ച് കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ റീഡിങ്, അതുപോലെ ലിസണിങ്, അതുപോലെ തന്നെ റൈറ്റിംഗ്, സ്പീക്കിംഗ് എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ, അതായത് IELTS-നേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണിത്. പക്ഷെ ആകെ ഒരൊറ്റ ഈ ചാലഞ്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ടൈപ്പിങ്ങിന്റെ ഒരു പ്രശ്നം. അപ്പൊ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ IELTS തന്നെ നോക്കുന്നതായിരിക്കും നന്നാവുക. പക്ഷേ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. നമുക്ക് പല സൈറ്റുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി മോക്ക് ടെസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ ആ ടെസ്റ്റ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന്. നിങ്ങൾക്ക് ഈസി ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഹാർഡായിട്ടാണോ, IELTS തന്നെ എഴുതുന്നതാണോ നിങ്ങൾക്ക് സുഖം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് അന്വേഷിക്കുക നിങ്ങളുടെ യൂണിവേഴ്സിറ്റി. അതിപ്പോൾ ഒരുവിധം കൺട്രീസിലൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഡുലിംഗോ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. സ്കോർ എത്ര വേണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അതിനനുസരിച്ച് മോക്ക് ടെസ്റ്റുകളും
കാര്യങ്ങളും ഒരുപാട് സൈറ്റിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അപ്പം തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. 160ൽ നിങ്ങൾക്ക് എത്ര സ്കോറാണ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതാണ് വേറൊരു എന്താ പറയാ ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IELTSന്റെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, ലൈക്ക് 2 വീക്സ് ഓർ അതിനേക്കാളും കൂടുതലൊക്കെ നമുക്ക് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഡുലിംഗോയിലാണെങ്കിൽ നമുക്ക് ലൈക്ക് 2 to 5 ഡേയ്സിനുള്ളിൽ ആ ഒരു ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് വേഗം തന്നെ കിട്ടുന്നതാണ്. ഇനി ഈ ഡ്യൂലിംഗോന്റെയും IELTSന്റെയും വേറൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡ്യൂലിംഗോയിൽ നമ്മൾ എക്സാം ഫീ ഉണ്ടല്ലോ, അതായത് നമ്മൾ എക്സാമിന് വേണ്ടി കൊടുക്കുന്ന ഫീ, ആ ഫീ വളരെ കുറവാണ്. IELTS വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ 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 കുറവാണ്. മാത്രമല്ല ഇത് പഠിച്ചെടുക്കാനുള്ള സമയവും വളരെ കുറവാണ്. നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഡ്യൂലിംഗോ പഠിച്ച് പാസ്സാവാനായിട്ട് പറ്റും. പക്ഷെ IELTSന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ടൈം തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, കാരണം അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഡ്യൂലിംഗോ ആണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എക്സാം എഴുതി, അഥവാ എക്സാം എഴുതിയിട്ട് ഇച്ചിരി സ്കോർ കുറഞ്ഞാലും നിങ്ങൾക്ക് അത്ര സങ്കടം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് പിന്നെയും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതും പേടിക്കേണ്ട ആവശ്യമില്ല. ആ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത്ര സ്കോറാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്യൂലിംഗോ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിക്കുക എത്ര സ്കോറാണ് വേണ്ടതെന്ന്, എന്നിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക.